ഒരു ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഒരു വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്? അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇപ്പം നമ്മൾ പറയുന്നല്ലോ, ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താ? സസ്യങ്ങളെ കുറിച്ചാണ്. സസ്യങ്ങളെ ആരാ സൃഷ്ടിച്ചത്? ദൈവം. അതെ. കെമിസ്ട്രിയിൽ എന്താ പഠിക്കുന്നത്? നമ്മുടെ ഈ കെമിക്കൽ ആയിട്ടുള്ള അതൊക്കെ ആര് സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ ഫിസിക്സ്, ആസ്ട്രോഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ശൂന്യാകാശവും ചന്ദ്രനെയും സൂര്യനെ ആര് സൃഷ്ടിച്ചത്? ദൈവം. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടികളെ കുറിച്ചാണ് മനുഷ്യൻ ഭാഗികമായി പഠിക്കുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ബൈബിൾ ഇത്ര കറക്റ്റ് എന്നറിയാമോ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പം ഈ ദൈവഭക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ആയിരിക്കും. എത്ര മാത്രം ദൈവത്തിൽ ആശ്രയം വയ്ക്കും അത്രയും ഉയരാനായിട്ട് സാധിക്കും. അവന് മാത്രമേ